തൃശൂർ എരുമപ്പെട്ടി കടങ്ങോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് കോർട്ടിൽ നിന്നും എരുമപ്പെട്ടി സ്വദേശിനി ഷമീറ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് വെന്ത രീതിയിലുള്ള പഴുതാരയെ കിട്ടിയത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയുണ്ടെന്ന് കണ്ടതെന്ന് ഷമീറ പറയുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് കിടക്കണേല്. അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം, താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു. നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയുന്നത് തെറ്റുപറ്റി, ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല, പുറമൊന്ന് കൊണ്ടുവരുന്നതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് തന്നെ വാങ്ങി നടന്നത്. ഞാൻ 430 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവർക്ക് ഫുഡിന്റെ. അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാന്നാ പറയണത്. പ്രശ്നം ഉണ്ടാക്കരുത്, അബ്ദത്തിൽ പെട്ടതായിരിക്കും, അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത് നാളെ ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് വടക്കാഞ്ചേരി. ഇത് എന്നത്തെ ബീഫാണ് എന്താണെന്നുള്ളത് നമുക്കത് അറിയണം. അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഗ്രേവി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തയക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ ഈ പൊറോട്ടയിലൊക്കെ ഒഴിക്കുമ്പോൾ ഈ നൂല് പോലെയാണ്, ഇങ്ങനെ ഞാഞ്ഞൂല് പോലെയാണ് നിൽക്കുന്നത്. ആ സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരമറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷമീറ പരാതി നൽകിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.